പരിശുദ്ധ മാതാവിൻ്റെ തിരുനാളുകളോടനുബന്ധിച്ച് മരിയൻ പ്രദക്ഷിണങ്ങൾ നടത്തുന്നത് പതിവാണ്. എന്നാൽ 80-ലധികം വർഷമായി ഒരു സ്കൂളിലെ കുട്ടികൾ നേതൃത്വം നൽകുന്ന മരിയൻ റാലി അപൂർവമാണ്. അത്തരം അപൂർവമായ മരിയൻ റാലിയുടെ ചരിത്രമാണ് പാലാ ലാലം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റേത്. ആണ് ഈ റാലി നമ്മുടെ സ്കൂളിൽ ആരംഭിക്കുന്നത്. അന്ന് മുണ്ടും ചട്ടയും ധാവണിയുമൊക്കെ ധരിച്ചാണ് കൊന്ത ജപമാല കൈകളിലെടുത്ത് ഈ പ്രദക്ഷിണത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ച് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിരുന്നു. 1970 ആയപ്പോഴേക്കും ഈർക്കിളി പൂക്കളോടെ കുട്ടികൾ നിർമ്മിച്ച് നീലയും വെള്ളയും യൂണിഫോം ധരിച്ച് ജപമാല പ്രാർത്ഥനകൾ മരിയൻ ഗീതങ്ങളും ആലപിച്ചാണ് ഈ ജപമാല പ്രദക്ഷിണം മരിയൻ റാലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് സൊഡാലിറ്റി പ്രാർത്ഥനകൾ നമ്മുടെ മടൻ ചാപ്പലിൽ കയറി ഉച്ച സമയത്ത് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ഒരുങ്ങിയാണ് കുട്ടികൾ ഇതിനൊരുങ്ങുന്നത്. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും പ്രത്യേകമായിട്ട് ഇവർക്ക് പ്രാർത്ഥനകൾ കൂടുതൽ ചൊല്ലാൻ ഈ റാലിക്കായിട്ട് ഒരുങ്ങും. ഡിസംബർ 8 ഈ റാലി നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് നമ്മൾ കുട്ടികളെ പ്രത്യേകിച്ച് കുമ്പസാരിപ്പിച്ച് ഒരുക്കിയാണ് ഈ റാലിക്ക് ഒരുക്കുന്നത്. എല്ലാ കുട്ടികളും, എല്ലാ കത്തോലിക്ക കുട്ടികളെയും കുമ്പസാരിപ്പിച്ച് ഒരുക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സഹവൈദികരും നമ്മുടെ ഈ സ്കൂളിലെ തന്നെ സ്റ്റാഫായ ലിജോ മാപ്രക്കരോട്ടച്ഛനും ഇതിന് കുട്ടികളെ കുമ്പസാരിപ്പിക്കാനും ദിവ്യബലി അർപ്പിച്ച് അവരെ ഒരുക്കുവാനും പ്രത്യേകം ഒരുക്കുന്നു. അതുപോലെ അന്നത്തെ കുർബാനയിൽ സൊഡാലിറ്റിയിൽ പുതിയതായിട്ട് ചേരുന്ന കുട്ടികൾക്ക് അംഗത്വം നൽകി പ്രത്യേക മെഡൽ നൽകി പ്രാർത്ഥിച്ച് അവരെ വ്രത വാഗ്ദാനം ചെയ്യിപ്പിച്ച് പ്രതിജ്ഞകൾ എടുപ്പിച്ചാണ് റാലിക്ക് ഒരുങ്ങുന്നത്. ഈശോയെ വളർത്തിയ അമ്മേ, ഞങ്ങളെയും സ്നേഹത്തിലും വിശുദ്ധിയിലും വളർത്തേണമേ. ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടം നന്നായി വിനിയോഗിച്ചുകൊണ്ട് കുടുംബത്തിനും നാടിനും സഭയ്ക്കും സമൂഹത്തിനും അഭിമാനിക്കാനാവുന്ന മക്കളായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കും. നമ്മളെ രൂപങ്ങളെല്ലാം വഹിക്കാനായിട്ട് പ്രത്യേകം കുറിയിട്ടാണ് തിരഞ്ഞെടുക്കുക. പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ സെൻറ്റ് മേരീസിൻ്റെ കവാടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മാതാവിൻ്റെ തിരുസ്വരൂപം വഹിക്കാനായിട്ട് 17 പേരെ പ്രത്യേകം 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക. കുറിയിട്ടെടുക്കും. അതുപോലെ മുത്തുക്കുട്ടികൾ, ഇതൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് വളരെ ആവേശമാണ്. മരിയൻ റാലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് വളരെ ഭാഗ്യമാണ്. തലേദിവസം റാലിക്കൊരു പ്രാക്ടീസ് നടത്തും സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ. നമ്മുടെ സ്കൂളിൻ്റെ കൊയർ കുരിശുപള്ളിയിൽ നിന്ന് പ്രാർത്ഥനകൾ ലീഡ് ചെയ്യും. രണ്ട് രീതിയിലാണ് കുട്ടികൾ രൂപം പിടിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് സ്കൂളിൽ നിന്ന് രൂപം വഹിക്കുന്നത്. ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ +2 കുട്ടികൾ ഈ രൂപം കൈമാറുന്നു. ഈ രൂപം പ്രദക്ഷിണമായിട്ട് ജൂബിലി കപ്പേളയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. ആ സമയത്ത് കുട്ടികൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈർക്കിളി പൂക്കൾ വീശി മാതാവിന് അഭിവാദനം അർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച ഏവരെയും ഉൾപ്പുളകം കൊള്ളിക്കുന്നതാണ്. അവിടെ നിന്ന് പ്രതിഷ്ഠാജപം ചൊല്ലി ഗീതങ്ങൾ ആലപിച്ച് വികാരിയച്ഛൻ ആശീർവദിച്ച് വെഞ്ചരിച്ച് അവിടുന്ന് നമ്മൾ രൂപം ടീച്ചേഴ്സാണ് പിന്നീട് എടുക്കുന്നത്. കുറിയിട്ടെടുത്ത +2 നമ്മുടെ സ്കൂളിലെ മൊത്തം ടീച്ചേഴ്സിൻ്റെ കുറി എടുത്ത് അവർക്കും കുട്ടികളെപ്പോലെ തന്നെ മാതാവിൻ്റെ രൂപം വഹിക്കാനും കുടയെടുക്കാനും തിരിയെടുക്കാനും എല്ലാം അവർക്കും കുറി എടുത്ത് അവരും വളരെ ആവേശത്തോടെ മാതാവിൻ്റെ തിരുസ്വരൂപം കപ്പേളയിൽ നിന്ന് സ്കൂളിലേക്ക് സംവഹിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ ക്രമമായിട്ട് നിൽക്കുന്നു. മാതാവിൻ്റെ അമ്മയുടെ സമ്മാനം കുട്ടികൾക്ക് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ ടീച്ചേഴ്സിനും മാതാവിൻ്റെ സമ്മാനം, അമ്മയുടെ സമ്മാനം കുറിയിട്ട് എടുത്ത് സമ്മാനം കൊടുക്കുന്നു. അതുപോലെ മരിയൻ സൊഡാലിറ്റിയിൽ പ്രത്യേക ക്വിസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ വിജയികളാകുന്ന കുട്ടികളെയും
ഈ മീറ്റിംഗിൽ സമ്മാനം നൽകി ആദരിക്കുന്നു. 1921 സ്ഥാപിതമായ ഈ സ്കൂളിൽ നീലയും വെള്ളയും പൂക്കളും മുത്തുക്കുടകളും കൊടിതോരണങ്ങളുമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഓരോ വർഷവും വ്യത്യസ്തവും മനോഹരമായി നടത്തുന്ന ഈ മരിയൻ പ്രദക്ഷിണം കുട്ടികളുടെ മാത്രമല്ല, പ്രദേശത്തിൻ്റെ മുഴുവൻ ചരിത്രവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ്.